നമുക്ക് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോ കിടക്കുകയാണ് കേട്ടോ. പബ്ലിക് റവന്യൂവിൽ നമ്മൾ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എൻ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ഗവൺമെന്റ് ഇൻ ഓർഡർ ടു മീറ്റ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വായ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് ഇക്കോണമിയിലെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ വെൽഫെയർ മോട്ടീവ് അനുസരിച്ച് വെൽഫെയറിനനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പബ്ലിക് റവന്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓൺലി ദ ഇൻകം ഓഫ് ഗവൺമെന്റ് ത്രൂ ഓൾ സോഴ്സസിനെ നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ പബ്ലിക് റവന്യൂവിനെ തന്നെ നമ്മൾ ഡാൾട്ടൺ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ്സ് എ നാരോ സെൻസിലും ബ്രോഡർ സെൻസിലും നമ്മൾ പറയുന്നു. അപ്പോ പബ്ലിക് റവന്യൂവിൽ നാരോ സെൻസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സസ്, പ്രൈസസ് ഓഫ് ഗുഡ്സ്, സർവീസസ് സപ്ലൈഡ് ബൈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആൻഡ് റവന്യൂ ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ്, ഫൈൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെയാണ് ഇക്കോണമിയിലെ പബ്ലിക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പബ്ലിക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ വെൽഫെയർ ഇൻക്രീസിങ് സംഭവിക്കാം. പ്രൊഡക്റ്റീവ്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എക്സ്പെൻഡിച്ചറിൽ തന്നെ. പ്രൊഡക്റ്റീവ് ആയിട്ടും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന വെൽഫെയറിൽ കിട്ടുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് അത് ആദ്യമൊക്കെ നമുക്ക് വളരെ ഹയർ ആയിരിക്കും. അവസാനം അത് ലോവർ ആയിട്ട് പോകും. അതിന്റെ റീസൺ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ബിക്കോസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം ഈ പറഞ്ഞ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നത് അവിടെയാണ്. ഓക്കെ, പ്രോജക്ട് ഇവാലുവേഷനിലും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു പ്രസന്റ് വാല്യൂ അനുസരിച്ച്, അല്ലെ? ചില പ്രോജക്റ്റുകൾ നമുക്ക് ഫ്യൂച്ചറിലായിരിക്കാം അതിന്റെ റിട്ടേൺസ് കിട്ടുക, പ്രസന്റിൽ അതിന്റെ കോസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ്, അങ്ങനെയുള്ള കുറെ പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ പബ്ലിക് റവന്യൂ ആണ്. അപ്പോൾ ഓൾ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് ഗവൺമെന്റിന്റെ ഓൾ സോഴ്സസ് ഓഫ് ഇൻകം ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. നാരോ സെൻസിലും ബ്രോഡർ സെൻസിലും നമ്മൾ പറയുന്നു. നാരോ സെൻസസിൽ നമ്മൾ പറയുന്നത് അത് ടാക്സസ് ആയിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഉള്ളിലെ പ്രൈസസ് ഓഫ് ഗുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സർവീസസ്. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസിന് കിട്ടുന്ന പ്രൈസും ഈ പറഞ്ഞ ഒരു റവന്യൂ തന്നെയാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിലൂടെ, അതായത് ഫീസ്, ഫൈൻസിലൂടെ ഒക്കെ നമ്മൾ കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. വൈഡർ സെൻസിൽ പബ്ലിക് ഫിനാൻസ് റവന്യൂവിനെ നമ്മൾ പറയുന്നത് ഓൾ ഇൻകംസ് ഓഫ് ദ ഗവൺമെന്റ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇതിനകത്ത് പബ്ലിക് ബോറോയിങ് അടക്കം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നാരോ സെൻസിൽ പബ്ലിക് ബോറോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അപ്പൊ ഇവിടെ ബോറോയിങ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ബാങ്ക്സ് അടക്കം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വി കോൾ ഇറ്റ്സ് ആസ് പബ്ലിക് റെസീപ്റ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ വൈഡർ സെൻസിലും നാരോ സെൻസിലും ഉണ്ട്. നാരോ സെൻസിൽ നമ്മൾ ടാക്സിനെയും അതുപോലെ തന്നെ പ്രൈസ്, ഗുഡ്സ് ആൻഡ് സർവീസസിന് കിട്ടുന്ന പ്രൈസസ്, ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന റവന്യൂ, അത് ഫീസ് ആൻഡ് ഫൈൻസ് ആണ്. വൈഡർ സെൻസിൽ ഓൾ സോഴ്സസ് ഓഫ് ഇൻകംസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻക്ലൂഡിംഗ് പബ്ലിക് ബോറോയിങ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ബാങ്ക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഈ പബ്ലിക് റവന്യൂയിലൂടെയാണ് എക്സ്പെൻഡിച്ചർ നമ്മൾ മീറ്റ് ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ വെൽഫെയർ മോട്ടീവ് അനുസരിച്ചാണ് ഈച്ച് ആൻഡ് എവറി ഗവൺമെന്റ് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗവൺമെന്റിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് മോട്ടീവ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്, പബ്ലിക്കിന്റെ നീഡ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും, നീഡ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുവഴി വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഗുണം. അത് കണ്ടെത്തുന്ന ഇൻകം എന്ന് പറയുന്നതിനാണ് നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റല്ല. So difference between public revenue and public receipts. Public revenue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ which is not subject to repayment by the government. കുറേം കൂടി ഇതായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. includes that income which is not subject to repayment by the government.
Public receipts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ including public borrowing and issue of new currency. ഇത് രണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പബ്ലിക് റെസീപ്റ്റ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റവന്യൂ ഉണ്ട്, പബ്ലിക് ബോറോയിങ് ഉണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി ഉണ്ട്. ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് റെസീപ്റ്റ്സ്. പബ്ലിക് റവന്യൂ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് നോട്ട് സബ്ജക്ട് ടു റീപേയ്മെന്റ് ബൈ ദ ഗവൺമെന്റ്. നോട്ട് റീപേയ്മെന്റ് ബൈ ദ ഗവൺമെന്റ് നമ്മൾ നാരോ സെൻസിൽ പറഞ്ഞൊരു കാര്യമാണ്. ടാക്സ്, അതുപോലെ തന്നെ പ്രൈസസ് അല്ലെ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റികളിലൂടെ കളക്ട് ചെയ്യുന്ന റവന്യൂസ്, അത് ഫീസ് ആൻഡ് ഫൈൻസ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് ലഭിക്കുന്ന പ്രൈസുകൾ, അതൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് റവന്യൂ ആണ്. നമ്മൾ അത് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊന്നും റീപേയ്മെന്റ് നടത്തണ്ട അല്ലെ, കാരണം ടാക്സ് എന്ന് പറയുന്നത് റീപേയ്മെന്റ് നടത്തുന്നതല്ല. വൺസ് ടാക്സ് നമ്മൾ പബ്ലിക്കിന്റെ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ ടാക്സിന് റീപേയ്മെന്റ് ഒന്നുമില്ല, അത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അടച്ചാണ്. അതുപോലെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എൻജോയ് ചെയ്യുന്നു. പബ്ലിക് അണ്ടർടേക്കിംഗ്സിൽ നിന്നുള്ള ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രൈസ് കൊടുക്കാറുണ്ട്, അതിന് റിട്ടേൺ ആയിട്ട് പ്രൈസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു കമോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാല്, ഒരു സർവീസ് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ആയിട്ട് കൊടുക്കാറില്ല. സോ അത് റിട്ടേൺ ഇല്ലാത്തതാണ്. അപ്പൊ സോ അതിനെ നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. പക്ഷെ പബ്ലിക് റെസീപ്റ്റ്സിലെ എല്ലാ തരത്തിലുള്ള ഇൻകം ആണ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡിംഗ് ദ പബ്ലിക് ബോറോയിങ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ബാങ്ക്സ് ആയിരിക്കാം. അപ്പൊ ഇവിടെ അത് മാത്രമല്ല, ഇഷ്യൂയിങ് ഓഫ് ന്യൂ കറൻസി ആണ്. ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എപ്പോഴും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി എന്ന് പറയുന്നത് വളരെ അത്രത്തോളം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റവന്യൂ ഉണ്ട്, പബ്ലിക് ബോറോയിങ് ഉണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് പബ്ലിക് റെസീപ്റ്റ്സില്. പബ്ലിക് റവന്യൂവില് പബ്ലിക് ബോറോയിങ് ഇല്ല, ഇഷ്യൂ ഓഫ് ന്യൂ കറൻസിയും ഇല്ല. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സബ്ജക്ട് ടു റീപേയ്മെന്റ് ബൈ ദ ഗവൺമെന്റ്, റൈറ്റ്? സോ ടോട്ടൽ റവന്യൂ നമ്മൾ 2018, 19, 19, 20 കാണിച്ചിട്ടുള്ളതാണ്. സോ ടോട്ടൽ റവന്യൂ ഓഫ് ദ ഗവൺമെന്റ്. സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ. സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ രണ്ട് രീതിയിലാണ്. ഒന്ന് ടാക്സ് റവന്യൂ ഉണ്ട്, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഇപ്പൊ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാക്സ് ആർ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ ഫോർ എവറി ഗവൺമെന്റ്. അപ്പോ വിതൗട്ട് എനി ടൈപ്പ് ഓഫ് ഡയറക്ട് ബെനിഫിറ്റ് ഓർ റിട്ടേൺ ബൈ ദ ടാക്സ് പേയർ ഇസ് എ കമ്പൽസറി പേയ്മെന്റ് ആണ് അല്ലെ. ഗവൺമെന്റ് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു കമ്പൽസറി പേയ്മെന്റ് ആണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഴ്സസ് ഓഫ് ഇൻകം ടു മീറ്റ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. So it is a compulsory payment. According to Taylor, it's a compulsory payment without expecting direct benefit or return by the taxpayer. Government അത് ഡിസൈഡ് ചെയ്യും ഏത് പ്രോജക്റ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ കണ്ടപ്പോഴും അല്ലെങ്കിൽ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പല രീതിയിലും പ്രോഗ്രസീവ് ആവാം, റിഗ്രസീവ് ആവാം, പ്രൊപ്പോർഷണൽ ആവാം അല്ലെ. എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ അത് 2-3 തരത്തിലുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ബെനിഫിറ്റ് കിട്ടുക. അതിപ്പോ നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നും ഒരു ഉറപ്പില്ല. അതാണ് ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തിങ്സ് ഫോർ ദാറ്റ് അല്ലെങ്കിൽ ഇതിന് പകരം മറ്റൊന്ന് എന്ന് പറയുന്ന രീതിയിൽ അത് നമുക്ക് കിട്ടില്ല. അത് നമ്മൾ കൊടുക്കേണ്ട, നമ്മൾക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട നമ്മുടെ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മൾ അത് തീർച്ചയായും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതർവൈസ് അതിന് ആക്ഷൻസ് ഉണ്ടായിരിക്കാം, ഫൈൻസോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പൽസറി കൊടുക്കേണ്ട ഒന്നാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡയറക്ട് ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ. അപ്പൊ എനി ഡയറക്ട് ബെനിഫിറ്റ് ഫോർ എ പേഴ്സൺ ഹു പേസ് ദ ടാക്സ്. ഇപ്പൊ നമ്മൾ പ്രൈസ് കൊടുത്തു, ഒരു കമോഡിറ്റിക്ക് പ്രൈസ് കൊടുക്കുന്നു, 10 rupees കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ കമോഡിറ്റി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ഒരു യൂണിറ്റ് ഓഫ് ദ പെർട്ടിക്കുലർ കമോഡിറ്റി എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് പ്രൈസ് 10 rupees ആണ്, അല്ലെങ്കിൽ 100 rupees ആണ്. അപ്പൊ 100 rupees കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ കമോഡിറ്റി കിട്ടും, ആ കമോഡിറ്റി എനിക്ക് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് അല്ലെ, KSRTC ഞാൻ പോകുന്നു, എനിക്ക് കിട്ടേണ്ട സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം 1 point to another point, അവിടേക്ക് എനിക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ചുള്ള സർവീസ് എനിക്ക് കിട്ടുന്നു. പക്ഷേ ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എനി ഡയറക്ട് ബെനിഫിറ്റ് ഫോർ പേഴ്സൺ ഹു പേസ് ദ ടാക്സ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആണ് വിതൗട്ട് എക്സ്പെക്ടിങ് എ ഡയറക്ട് ബെനിഫിറ്റ് ഓർ റിട്ടേൺ ബൈ ദ ടാക്സ് പേയർ. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ ക്വിഡ്
പ്രോ ക്യൂ പ്രിൻസിപ്പിൾ. ഇപ്പൊ ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഉള്ളത് എന്താണ്? റവന്യൂ ആണോ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ ആണ്. റവന്യൂയിൽ ഏതാണ്? അത് ടാക്സ് റവന്യൂ ആണ്. റൈറ്റ്? ഇപ്പൊ ടാക്സ് കളക്ടഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. നമ്മളോട് കോമൺ ബെനിഫിറ്റ്സ് ടു ഓൾ ഇൻ ഫോം ഓഫ് പബ്ലിക് വെൽഫെയർ പറയുന്നു. 1718, 1920 പറയുന്നു. ടോട്ടൽ ടാക്സ് റവന്യൂ ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ന്യൂമറിക്കൽ explanation ആണ്. Right. The revenue from taxes came from three main sources. Taxes on income, income tax and corporation tax and taxes on wealth and property. അപ്പൊ അതിലുള്ളത് wealth tax and property tax and estate duty ഉണ്ട്. Okay. Taxes on commodities, GST, customs duty എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോ three major sources of taxes അല്ലെങ്കിൽ revenue from taxes ആയിട്ട് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് ടാക്സസ് ഓൺ ഇൻകം, അതിൽ വരുന്നതാണ് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ. ടാക്സസ് ഓൺ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി, അതിൽ വരുന്നതാണ് വെൽത്ത് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി. അപ്പോൾ വെൽത്ത് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി ഏതിലൊക്കെ വരുന്നു? ടാക്സസ് ഓൺ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. റൈറ്റ്? ടാക്സസ് ഓൺ കൊമോഡിറ്റീസ്, അതിൽ വരുന്നതാണ് GST ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. റൈറ്റ്? ഓക്കെ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇത് പറഞ്ഞു. റവന്യൂ എന്ന് പറയുന്ന ഒന്ന് ഇൻകം ആണ്, ഒന്ന് ടാക്സ് ഓൺ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി ആണ്, ആൻഡ് തേർഡ് വൺ ഈസ് ടാക്സസ് ഓൺ കൊമോഡിറ്റീസ് ആണ്. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടാക്സ് നമ്മൾ പറയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആണ്. കമ്പൽസറി പേയ്മെന്റ് ആണ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റിട്ടേണും കിട്ടില്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ അല്ലെ ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഇതും നമുക്ക് എവിടെ കിട്ടില്ല. കണ്ടോ? ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ, നമുക്ക് ഒരു തരത്തിലുള്ള റിട്ടേൺസും കിട്ടില്ല. if a person refuse to pay it, okay, if a person refuse to pay the taxes imposed by the government or delay in payment, he or she brings a punishment from the government. അപ്പോ ആരും ആയിക്കോട്ടെ, irrespective of caste, irrespective of color, irrespective of creed, also age, sex, each and every person and each and every individual pay tax imposed by the government, and so we call it this a compulsory payment. No excuse from the payment of the taxes. If anybody refuse to pay it or to delay in payment, brings punishment, impose just like a fine or എന്തും അല്ലെ, ജപ്തി നടപടികൾ വരെ അതിലേക്ക് നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇൻകം ടാക്സ് ആണെങ്കിലും ഡയറക്ട് ടാക്സ് ആണ്, അതൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം, കൊടുത്തേ പറ്റൂ. അതല്ലാതെ അല്ലേ നമ്മൾ GST വെട്ടിച്ച് ബില്ല് ഉണ്ടാക്കും. GST വെട്ടിച്ച് ബില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്മോഡിറ്റി പിടിച്ചെടുത്ത് കൊണ്ടുപോകും, എത്ര വിലയുടെ ആണെങ്കിലും. ഓക്കെ. അങ്ങനെ ഒരു സാധനം വിൽക്കാനായിട്ട് കടക്കാരും ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അവരും കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സ് ആണ്, ഗവൺമെന്റിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ടാക്സ് ആണ്. പേഴ്സണൽ ഒബ്ലിഗേഷൻ പറയുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് ഡ്യൂട്ടി ഓഫ് എ ടാക്സ് പെയർ ടു പേ ടാക്സ്, ഹി ഷുഡ് ഇൻ നോ കേസ് തിങ്ക് ടു അവോയ്ഡ് ഇറ്റ്. അത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടാം എന്നുള്ള ചിന്തകൾ പാടില്ല. നമ്മളിപ്പോ തന്നെ പറഞ്ഞ പോലെ ആ GST ഒഴിവാക്കിയിട്ടുള്ള ബില്ല് തരും അല്ലെങ്കിൽ അതുള്ള നമ്മളെല്ലാം സേഫർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പോകുമ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു കമോഡിറ്റി വാങ്ങിയത് മോശം സാധനമാണ്, അപ്പൊ നമ്മള് അതൊരു കോടതിയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കൊണ്ട് ഒന്ന് നമ്മൾ അത് കാര്യം പറയുമ്പോൾ നമ്മൾ വാങ്ങിയത് ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ല, ഗവൺമെന്റിന് അവിടെ തന്നെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫൈനാണ് ആദ്യം കിട്ടുക. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മള് ടാക്സ് അടച്ചിരിക്കണം. അങ്ങനെ ഒരു അത് അടയ്ക്കാതെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമ്മൾ ചോദിക്കും ഇൻകം ടാക്സിലൊക്കെ പലരും ചെയ്യുന്നില്ല. ഇൻകം ടാക്സിൽ പലരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരൊന്നില്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കിപ്പോ ലോണുകൾ റീപേയ്മെന്റ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺസ്, ഹൗസിംഗ് ലോൺസ്, അപ്പൊ അല്ലെങ്കിൽ അതിന്റെ വീട്ടുവാടകകള്, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന ചെലവുകള്, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ അത് അപ്പൊ ഇൻഷുറൻസ് എടുക്കാം, അതൊക്കെ. പക്ഷെ അതെല്ലാം മറ്റൊരു തരത്തിൽ ഗവൺമെന്റിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ക്വിഡ് പ്രോ ക്യൂ ബിറ്റ്വീൻ എ ടാക്സ് പെയർ ആൻഡ് പബ്ലിക് അതോറിറ്റീസ്. ഇപ്പൊ ടാക്സ് പെയറിന് കനോട്ട് ക്ലെയിം എനി സ്പെസിഫിക് ബെനിഫിറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ പേയ്മെന്റ് ഓഫ് എ ടാക്സ്, അല്ലെ? നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ബെനിഫിറ്റ് അതിന് ഇതായിട്ട് നമുക്ക് കിട്ടാം. പക്ഷെ എങ്കിലും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമ്മളും റോഡ് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് പോകുന്നത്, നമുക്ക് നല്ല റോഡ് കിട്ടണം. പക്ഷെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അതുമായി റിലേറ്റ് ചെയ്തില്ല, വാഹനങ്ങളുടെ ഇതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളൊരു ടാക്സ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ടാക്സിന് നമുക്കിപ്പോ പറയാണ് ഗവൺമെന്റ് പറയാൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മള് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്താണോ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം ഫുൾഫിൽ ചെയ്യുക.
അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അത് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറേയും കൂടിയും നമ്മൾ പറയില്ല കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു, കൂടുതൽ എനിക്ക് അതിൽ നിന്ന് ഇത് കിട്ടുന്നു, ഇനിയൊന്നും കാര്യങ്ങളില്ല. കാരണം ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് എവറി ടാക്സ് ഇൻവോൾവ് സം സാക്രിഫൈസ് ഓൺ പാർട്ട് ഓഫ് ദ ടാക്സ് പെയർ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു എവറി ടാക്സ് നമ്മൾ പറയുന്നത് സാക്രിഫൈസ് തന്നെയാണ് അല്ലെ. മാർജിനൽ നമ്മൾ സാക്രിഫൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർജിനൽ ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ത് ടാക്സ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. കാരണം നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഒരു പാർട്ട് ഓഫ് ഇൻകം ആണ് നമ്മൾ ടാക്സ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നത്. പാർട്ട് ഓഫ് ഇൻകം ഈസ് യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ കമ്പൽസറിലി paid to the government. Part of income is compulsorily paid to the government as tax. അതെല്ലാ ടാക്സും റിഫ്യൂസ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണിഷ്മെന്റ് വരാം, ഫൈനുകൾ വരാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചാണ്. If tax is not levied as a fine or penalty for breaking law, അതൊരു കാര്യമാണ്. ഒരു പെനാൽറ്റി ആയിട്ടോ ഫൈനായിട്ടോ ഒന്നും അല്ല ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അത് വേറെ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പൊ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫൈനോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയോ അല്ല ഉള്ളതാണ്. അപ്പോ ചില ടാക്സുകൾ നമ്മൾ ഇവിടെ പറയുന്ന സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ടാക്സ് ഓൺ പെട്രോൾ ടു റിഡ്യൂസ് കൺസംഷൻ, ടാക്സ് ഓൺ ലക്ഷറി സോഴ്സ് ടു ഡൈവേർട്ട് റിസോഴ്സസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. കൺസംഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോളിന് ഇത് വരാം, അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള അതിൽ നിന്ന് റിസോഴ്സസിന്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡൈവേർഷൻ അല്ലെ. ഡൈവേർഷൻ ഇവിടെ മറ്റൊരു തരത്തില് ഈ റിസോഴ്സസ് ഉപയോഗിച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഇതാക്കാം, നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് കളക്ട് ടാക്സ് റവന്യൂ by way of direct and indirect taxes ആണ്. അപ്പൊ ഡയറക്ട് ടാക്സസിൽ വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, പേഴ്സണൽ ഇൻകം ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്, ആൻഡ് വെൽത്ത് ടാക്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഡയറക്ട് ടാക്സസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയണം ഏതൊക്കെ ടാക്സുകളാണ് ഡയറക്ട് ടാക്സുകൾ. കോർപ്പറേറ്റ് ടാക്സ് ഡയറക്ട് ടാക്സിൽ പെട്ടതാണ്, പേഴ്സണൽ ഇൻകം ടാക്സ് ഡയറക്ട് ടാക്സിൽ പെട്ടതാണ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, വെൽത്ത് ടാക്സ് എല്ലാം ഈ ഡയറക്ട് ടാക്സസിൽ ഇൻക്ലൂഡ് ആണ്. GST and custom duty are included in the indirect taxes. Non-tax revenue ആണ് ഗവൺമെന്റിനെ കാണിച്ചിട്ടുള്ളത്. 1780-ലും 1920-ലുള്ള നോൺ ടാക്സ് റവന്യൂ. സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂയിൽ ഒന്നാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഫീസും അതൊക്കെയുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂല് വരുന്നത്. ഒന്ന് കൊമേഴ്ഷ്യൽ റവന്യൂ ആണ്, ആൻഡ് തേർഡ് ഈസ് ഗ്രാൻഡ്സ് ആൻഡ് ഗിഫ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂല് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംസ് occurred on account of performing administrative functions by the government are called administrative revenue. അപ്പോൾ account of performing administrative functions by the government are called administrative revenue. അപ്പോൾ ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫീസാണ്, ചാർജ്ഡ് ബൈ പബ്ലിക് അതോറിറ്റീസ് ഫോർ എൻട്രിങ് എ സർവീസ് ടു ദ സിറ്റിസൺസ്. ഓക്കെ, ചാർജ്ഡ് ബൈ ദ പബ്ലിക് അതോറിറ്റീസ് ഫോർ എൻട്രിങ് എ സർവീസ് ടു ദ സിറ്റിസൺസ്. ഇതൊരു ഈസ് നോ കമ്പൻഷൻ ഇൻവോൾവ് ഇൻ ഫീസസ്. അതോറിറ്റീസിൽ നമ്മൾ റെൻഡറിങ് പറഞ്ഞിട്ടുള്ളത് സർവീസിലൂടെ നമ്മൾ പറഞ്ഞ് ചാർജ് ചെയ്യുന്നതാണ്, പബ്ലിക് അതോറിറ്റീസ് ചാർജ് ചെയ്യുന്നതാണ്. ഇതിനൊരു കമ്പൽഷൻ ഇൻവോൾവ് ഇല്ല. ടാക്സിനെ പോലെ ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് പ്രൊവൈഡ്സ് സർട്ടൻ സർവീസസ് ആൻഡ് ചാർജസ് സർട്ടൻ ഫീസസ് ഫോർ ദം. അപ്പോൾ സർവീസസ് എൻജോയ് ചെയ്യുന്ന ആരോ ആ സർവീസസ് എൻജോയ് ചെയ്യുന്ന ആളുകൾ മാത്രം ഈ ഫീസ് പേ ചെയ്താൽ മതി. ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആണ്. അതിൽ നിന്ന് ആർക്കും മാറ്റങ്ങളില്ല. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആണ്, എല്ലാവരും അത് കൊടുത്തോളണം. ഓക്കെ, അതിൽ നിന്ന് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഫീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഗവൺമെന്റ് പ്രൊവൈഡ്സ് certain സർവീസസ് ആൻഡ് ചാർജസ് certain ഫീസസ് ഫോർ them. So unlike tax, there is no compulsion involved in fees. It's in non-tax revenue sources of income and it's under administrative revenue. Fees are charged for issuing passports, driving license,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഫീസ് ചാർജ് ചെയ്യാറുണ്ട്. ആ ഫീസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂല് ഇൻക്ലൂഡഡ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് എ നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു കമ്പൽഷൻ അല്ല. ഇപ്പൊ എനിക്ക് പാസ്പോർട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം എങ്കിൽ ഞാൻ ഈ ഫീസ് കെട്ടാനായിട്ട് ബാധ്യതയാണ്. അല്ലാതെ എല്ലാവർക്കും ഇത് കൊടുക്കാനായിട്ടുള്ള ബാധ്യത ഇല്ല. ഓക്കെ. ലൈസൻസ് ഫീ payment in those instances in which the government authority invoked simply to confer a permission or privilege rather to perform a service. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളത് ഇവിടെ പറഞ്ഞ ഗൺ കീപ്പ് ചെയ്യാനായിട്ട്, മോട്ടോർ വെഹിക്കിൾസ് അതിന്റെ രജിസ്ട്രേഷൻ ഫീ, ഓപ്പറേറ്റ് ഓട്ടോമൊബൈൽസ് പേയ്മെന്റ് ഫോർ പെർമിറ്റ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ലൈസൻസ് കൊടുക്കണം അല്ലെ. നാഷണൽ പെർമിറ്റ് ലോറീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൾ കേരള അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയിട്ടുള്ള ഹെവി ഡ്യൂട്ടി. അപ്പോ അതൊക്കെ ഉള്ളത് ഓപ്പറേറ്റ് ഓട്ടോമൊബൈൽസ് എക്സെട്ര ആണ്. അപ്പൊ പേയ്മെന്റ്, അപ്പൊ ഫീസ് കൊടുക്കാനായിട്ട് വരും. രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. മോട്ടോർ വെഹിക്കിൾസിന് രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ പറഞ്ഞു ഗണ്ണ് അല്ലെ, ലൈസൻസ് ഫീ ഫോർ കീപ്പിംഗ് ഗൺ, അതും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസിൽ ഇവിടെ ഒരു കാര്യം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് പണിഷ്മെന്റ് ഫോർ ബ്രേക്കേജ് ഓഫ് ലോ ഓർ ഫെയിലിയർ ടു ഒബ്സർവ് സം റെഗുലേഷൻസ്. അപ്പൊ അതിന് കൊടുക്കുന്നതാണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് പണിഷ്മെന്റ് ഫോർ breakage of law or failure to observe some regulations. Like taxes, fines are compulsory payments without quid pro quo. Fees നമ്മൾ കണ്ടു, it's an unlike taxes ആണ്. Fines are like taxes. Fines are compulsory payments ആണ്. Taxes are compulsory payments ആണ്. രണ്ടിലും without a quid pro quo ഒരു റിട്ടേൺ കിട്ടുമെന്ന ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ taxes are generally imposed to collect revenue. Fines are imposed as a form of punishment or prevent people from breaking the law. അപ്പോ അത് ഒരു ഇമ്പോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആളുകള് ലോ ബ്രേക്ക് ചെയ്തിരിക്കും. ഇപ്പൊ വൺ സൈഡ് ആണ്. ഇപ്പൊ ഏറ്റവും ചെറിയ ഉദാഹരണം അല്ലെ, വൺ സൈഡ് പോകുന്ന ഇതിലൂടെ നമ്മള് വൺ വേയിലൂടെ നമ്മള് മറികടന്ന് വരികയാണെങ്കിൽ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ റോഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, പാർക്കിംഗ്, നോ പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോൾ അത് പണിഷ്മെന്റ് നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആളുകൾ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. നമ്മള് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം നമ്മൾ 250 രൂപ പേയ്മെന്റ് നടത്തിയല്ലോ, എന്നാൽ എനിക്കിനി അവിടെ കാറ് പാർക്ക് ചെയ്തോടെ, നടക്കാത്ത കാര്യമാണ്. അതിൽ നിന്ന് വേറെ ഒന്നുമില്ല, നമ്മൾ ഫൈനാണ്. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ആണ്. ഒരു റിട്ടേണും അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. സർ ജനറൽ ഇമ്പോസ് ടു കളക്ട് റവന്യൂ. ഓക്കെ. അപ്പോ ഇവിടെ ടാക്സസ് ആർ ജനറലി ഇമ്പോസ് ടു കളക്ട് റവന്യൂ. ഫൈൻസ് ആർ ഇമ്പോസ്ഡ് ആസ് എ ഫോം ഓഫ് പണിഷ്മെന്റ് or to prevent people from breaking the law. Okay, ആളുകള് ലോ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈൻസ് എന്ന് പറയുന്നത്. ഫൈൻസും അല്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ വരുന്നൊക്കെ ഇറ്റ്സ് എ ഫോം ഓഫ് പണിഷ്മെന്റ് ആണ് ഫോർ ബ്രേക്കേജ് ഓഫ് ലോ ഓർ ഫെയിലിയർ ടു ഒബ്സർവ് സം റെഗുലേഷൻസ്. സ്പെഷ്യൽ അസസ്മെന്റ് ഓർ betterment levy. It's a compulsory contribution levied in proportion to the special benefit derived to defray. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് പബ്ലിക് പാർക്ക് ഇൻ എ ലൊക്കാലിറ്റി, പീപ്പിൾ ഇൻ ദാറ്റ് ലൊക്കാലിറ്റി മേ എക്സ്പീരിയൻസ് ആൻ അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദെയർ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അൺഏൺഡ് ഇൻക്രിമെന്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. അവർ അതിന് പേയ്മെന്റ് നടത്തിയിട്ടില്ല, പക്ഷെ അവരുടെ പ്രോപ്പർട്ടി അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ അൺഏൺഡ് ഇൻക്രിമെന്റ്സ് ആണ്, എക്സ്പീരിയൻസ് ആൻഡ് അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദെയർ പ്രോപ്പർട്ടി. Betterment levy is like a tax because it is a compulsory payment, but unlike tax due to quid pro quo ana, it's a compulsory payment ana, but unlike tax due to quid pro quo, betterment levy is like a tax. Okay, അവസാനം പറഞ്ഞ വരികളുടെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. betterment levy is like a tax ana. Okay, it's a compulsory contribution ana, but it is a compulsory payment, but unlike tax due to quid pro quo. Quid pro quo-ൽ നമ്മൾ പറഞ്ഞത് റിട്ടേൺസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ, ഫൈൻസിലൊക്കെ പറഞ്ഞ റിട്ടേൺ കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണല്ലോ അൺഏൺഡ് ഇൻക്രിമെന്റ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് പേയ്മെന്റ് നടത്തുന്നത്. റൈറ്റ്. ഫോർ ഫീച്ചേഴ്സ് നമ്മളവിടെ പറഞ്ഞ ബേസിക് ഷുവർട്ടി ഓർ ബോണ്ട്സ് റെഫർ ടു പെനാൽറ്റി ഇമ്പോസ്ഡ് ബൈ കോർട്സ് not to complete contracts
as stipulated. So penalty imposed by courts forfeitures എന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. Stats പറയുന്നത് ഒരു person, a particular person dies without having any legal heirs or without keeping a will. അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അവരുടെ ബാങ്ക് ബാലൻസസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ഓഫ് സച്ച് എ പേഴ്സൺ വിൽ പാസ് ടു ദ ഗവൺമെന്റ്. ആരും അദ്ദേഹത്തിന് അടുത്തതായിട്ടില്ല, ആരും അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഗവൺമെന്റിലേക്ക് വന്നു ചേരുന്നതാണ് നമ്മൾ എസ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. An acquire is an unclaimed property of dissolved educational or other trusts. Okay, അതും unclaim ചെയ്യാറുണ്ട്. Also acquire unclaimed property of dissolved educational or other trusts also acquired by the government. Here, a person dies without having any legal heirs or without keeping a will. The bank balances and other properties of such a person will pass to the government. Just like that, government may also acquire unclaimed property of dissolved educational or other trusts we call as estates. Commercial revenue, another source of revenue. It is the income earned by public enterprises by selling their goods and services. അതിന് നമ്മൾ പ്രൈസസ് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം they came in the form of prices of goods and services provided by the government. ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, അവർ പേയ്മെന്റ് നടത്തുന്നതിന് തിരിച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. ആ പേയ്മെന്റ് നമ്മൾ വിളിക്കുന്നത് പ്രൈസസ് ആണ്. അപ്പൊ ഗവൺമെന്റ് via selling their goods and services they earn a particular type of income. We call it as a commercial revenue. Okay, by selling their goods and services of the public enterprises earn an income. We call it as a commercial revenue, or it's a prices because they came in the form of prices of goods and services. Okay, അപ്പോൾ ഇവിടെയും പ്രിൻസിപ്പിൾ ക്വിഡ് പ്രോ ക്യൂ പ്രിൻസിപ്പിൾ ഇസ് അക്സെപ്റ്റഡ് ആണ്. കാരണം ഞാൻ കൊടുക്കുന്ന പേയ്മെന്റിനനുസരിച്ചുള്ള സർവീസസ്, ഞാൻ കൊടുക്കുന്ന പേയ്മെന്റിനനുസരിച്ചുള്ള കമോഡിറ്റി എനിക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. Public gets goods and services എല്ലാം നമ്മളോട് പറഞ്ഞു. So why it's a quid pro quo? Because public gets goods and services and the government gets prices. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് പ്രോഫിറ്റിലേക്ക് വന്നു ചേരാനായിട്ട് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇൻകം ഫ്രം ഇക്കണോമിക് സർവീസസിൽ 1780 1920 നമ്മൾ കാണിക്കുന്നതാണ്, ഇവിടെ കാണിക്കുന്നത് ഇൻ ക്രോഡ്സിലാണ്. ഗ്രാൻസ് ആൻഡ് ഗിഫ്റ്റ്സ് ആണ് another sources of revenue. So payments made by one government to another from specific functions. So central government, state governments, local governments, okay, particular functions carry ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ we call it as a grants ആണ്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണ്, അല്ലെ, പഞ്ചായത്തിലെ ഗ്രാന്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ടേം നമ്മൾ പലപ്പോഴും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാന്റ് വഴിയായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് വഴിയായിട്ട് പല പ്രവർത്തനങ്ങളും ഫങ്ഷൻസ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും, ചില പ്രോജക്റ്റുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ലോക്കൽ ഗവൺമെന്റ്സിന്റെ ഫങ്ഷൻസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഗ്രാന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് in order to fulfill the project designed by the local governments according to the needs of the locality. For foreign countries ne kittane nammal enna parayunnu foreign aid ennaanu nammal parayunnu. Developing countries le receive military aid kittarunde, food aid kittarunde, technological aid kittarunde from developed nations. Appo developing countries il ninnu military aid receive ചെയ്യുന്നുണ്ടെങ്കിൽ, ഫുഡ് എയ്ഡ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെക്നിക്കൽ എയ്ഡ് റിസീവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഇതിലേക്കാണ് കണക്കാക്കുന്നത്, ഗ്രാൻസിലോ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഗിഫ്റ്റിലൂടെ പറയുന്നത് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ദ ഗവൺമെന്റ്. വി കോൾ ഇറ്റ് ആസ് എ ഗിഫ്റ്റ്. ഇറ്റ്സ് എ സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് റവന്യൂ ഡ്യൂറിംഗ് വാർ ആൻഡ് എമർജൻസി. എമർജൻസി ടൈമിലോ വാർ ടൈമിലൊക്കെ it's a voluntary contributions by individuals or institutions to the government. We call it as a gifts. At the other time, it's a വളരെ ഇതായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ആൻഡ് എമർജൻസി ടൈമിലൊക്കെയാണ്. 1718 ഗ്രാൻസ് ഇൻ എയ്ഡ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, 1920 ഗ്രാൻസ് ഇൻ എയ്ഡ് ആണ്. ഓക്കെ, അതേഴ്സ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഓഫ് കറൻസി ആണ് ഒരു വേ ഓഫ് revenue for the government in order to meet the public expenditure. Okay, it's another way. അതിൽ ഒന്നാണ് ഇഷ്യൂ ഓഫ് കറൻസി എന്ന് പറയുന്നത്.
അല്ലെ ഇഷ്യൂയിങ് ഓഫ് കറൻസി, പബ്ലിക് റെസീപ്റ്റ്സിലൊക്കെ പെട്ടിട്ടുള്ള ഒന്നായിരുന്നു ഇഷ്യൂ ഓഫ് കറൻസി എന്ന് പറഞ്ഞു. അപ്പൊ നോർമലി ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും ഗവൺമെന്റ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിന്റിംഗ് ഓഫ് പേപ്പർ മണിയാണ്, ഈൽഡ്സ് ഇൻകം ടു ദ ഗവൺമെന്റ്. അപ്പൊ നോർമലി ഇറ്റ്സ് അവോയ്ഡഡ് ആണ്. വൺസ് ദിസ് മെത്തേഡ് ഓഫ് ഫൈനാൻസിങ് സ്റ്റാർട്ടഡ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. ബോറോയിങ്സിൽ നമ്മളോട് പറഞ്ഞു ത്രൂ ബോറോയിങ്സ് ഫ്രം ദ പബ്ലിക് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇതിനെ ബോറോയിങ്ങിലായിട്ട് കണക്കാക്കാറുണ്ട്. അത് റെസിപ്റ്റ്സ് ആണ്, പബ്ലിക് റെസിപ്റ്റ്സ് ആണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സ്റ്റേണൽ ബോറോയിങ്സ്. ഇന്റേണൽ മാത്രമല്ല എക്സ്റ്റേണൽ ബോറോയിങ്സും കൂടി ഇതിനകത്തുണ്ട്. പ്രിന്റിംഗ് ഓഫ് പേപ്പർ മണി, അതിനാണ് നമ്മൾ ഇഷ്യൂ ഓഫ് കറൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ പബ്ലിക് റവന്യൂ എന്താണെന്ന് മനസ്സിലാക്കി. പബ്ലിക് റവന്യൂവിലെ ഡെഫിനിഷൻസ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂയിലേക്കും നമ്മൾ എത്തിച്ചേർന്നു. ഓക്കെ.